ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, എന്നെന്നും ജീവിക്കുന്നവനായ യേശുനാഥൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിന് കാതോർക്കുവാനും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി ജീവിതത്തെ നേരായ പാതയിൽ നയിക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരത്തെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിത്തീരട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം ആധാരമായി എടുക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടും കൂടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ ദൈവികമായ ആലോചനകൾ അനുസരിച്ച് തൻ്റെ മനസ്സാക്ഷി തന്നെ കുറ്റപ്പെടുത്താത്ത വിധത്തിൽ ജീവിക്കാനായി സാധിച്ചു എന്നതിൻ്റെ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം സമൂഹത്തിന് നൽകുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. മനോഹരമായി പഴുത്ത് പാകമായി നിൽക്കുന്ന ഒരു കുരുമുളക് തോട്ടം. ആ തോട്ടത്തിൻ്റെ വേലിയിൽ നിൽക്കുന്നതായ കൊങ്ങിണിക്കായ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചു പോലും, ദൈവമേ, ഈ കുരുമുളക് തോട്ടത്തിലെ കുരുമുളകിൻ്റെ അതേ രൂപഭാവങ്ങളും നിറവുമൊക്കെ തന്നെയാണ് എൻ്റേത്. എന്നിട്ടും ഇന്ന് വരെ ഈ ഭൂമിയിൽ ഒരിടത്തും ഒരു മനുഷ്യനും ഒരിക്കൽ പോലും കുരുമുളക് ശേഖരിക്കുന്നത് പോലെ കൊങ്ങിണിക്കായ ശേഖരിക്കുന്നതായി കണ്ടിട്ടില്ല. അല്പം പരാതിയും അതിലേറെ പരിഭവവും നിറഞ്ഞ കൊങ്ങിണിക്കായയുടെ ആത്മഗതം അറിയാതെ അല്പം ഉച്ചത്തിലായി പോയപ്പോൾ മറുപടി പറഞ്ഞത് ആ തോട്ടത്തിലെ ഒരു മുരിക്കിൻ്റെ മുള്ളിൻ്റെ തുമ്പത്തിരുന്ന മഞ്ഞുതുള്ളിയായിരുന്നു പോലും. പരാതിയും പരിഭവവും നിറഞ്ഞ കൊങ്ങിണിക്കായയോട് മഞ്ഞുതുള്ളി പറഞ്ഞു പോലും, അതെ സ്നേഹിത, ഉരുണ്ടിരുന്നാൽ മാത്രം പോരാ, ഉള്ളിലിത്തിരി എരിവും കൂടി ഉണ്ടാകണം. ഉരുണ്ടിരുന്നാൽ മാത്രം പോരാ, മറിച്ച് ഉള്ളിലിത്തിരി എരിവും കൂടി ഉണ്ടാകണം. കൊങ്ങിണിക്കായയും കുരുമുളകും ഒരേപോലെ ഉരുണ്ടാണ് ഇരിക്കുന്നതെങ്കിലും, അതിന് ഒരേ നിറമാണുള്ളതെങ്കിലും അടിസ്ഥാനപരമായി ഒരു വ്യത്യാസമുണ്ട്. കുരുമുളകിൻ്റെ ഉള്ളിൽ ഇത്തിരി എരിവുണ്ട്. കൊങ്ങിണിക്കായയുടെ ഉള്ളിൽ അല്പം പോലും എരിവില്ല. മനുഷ്യരായ എന്നെയും നിങ്ങളെയും മറ്റു മനുഷ്യർ മാനിക്കാനും അംഗീകരിക്കാനും ആദരിക്കാനും അടിസ്ഥാനപരമായ കാര്യം
എൻ്റെയോ നിങ്ങളുടെയോ ബാഹ്യമായ സൗന്ദര്യങ്ങളോ പുറമെയുള്ള മോടികളോ ഒന്നും അല്ല. മറിച്ച് അകമയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും വിശുദ്ധിയും മാന്യതയുമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ആദരണീയരാക്കി തീർക്കുക. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ സമൂഹത്തോട് സാക്ഷ്യത്തോടെ സംസാരിച്ച വാക്കിതാണ്: സഹോദരങ്ങളെ, ഞാൻ ഇന്നുവരെയും എല്ലാവിധത്തിലും നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നടന്നിരിക്കും. ലോകൈക രക്ഷകനായ യേശു തമ്പുരാനെ കുറിച്ച് വിശുദ്ധ വചനം പറയുന്ന ഏറ്റവും മനോഹരമായൊരു വേദഭാഗം ഇങ്ങനെയാണ്: അവൻ ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായ രീതിയിൽ വളർന്നു വന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യനെ ദുഃഖിപ്പിക്കാതെ, മനുഷ്യൻ്റെ അപ്രീതി പിടിച്ചു പറ്റാതെ, മനസ്സാക്ഷി കുറ്റം വിധിക്കാത്ത വിധത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുക. മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ, മറിച്ച് മനുഷ്യരായ നമ്മുടെ ഉള്ളിൽ ഇത്തിരി മനുഷ്യത്വം ആവശ്യമാണ്. ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അകത്ത് ക്രിസ്തു ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഒരു പുരോഹിതൻ്റെ സർവവിധമായ വേഷവിധാനങ്ങളോടും കൂടെ ഞാനിങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ എൻ്റെ അകത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവ്, പൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ മറ്റു മനുഷ്യരുടെ മുൻപിൽ ഞാനും അപമാനിതനായി തീരാതെ ഇരിക്കുകയുള്ളൂ. മഞ്ഞുതുള്ളി കൊങ്ങിണിക്കായയുടെ പരിഭവത്തിനും പരാതിക്കും പറഞ്ഞു കൊടുത്ത സുന്ദരമായ മറുപടി മനുഷ്യരായ നമ്മുടെ ജീവിതത്തിനും ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്നത്. ഉരുണ്ടിരുന്നാൽ മാത്രം പോരാ, ഉള്ളിലിത്തിരി എരിവും കൂടി ഉണ്ടാകും. മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, while life is decreasing in our forests, but it is increasing in our cities and towns. വന്യമായ ജീവിതം വനാന്തരങ്ങളിൽ വളരെ കുറഞ്ഞു വരികയും അതിന്ന് നമ്മുടെ പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമൊക്കെ വല്ലാതെ വർദ്ധിച്ച് വരികയുമാണ്. മനുഷ്യൻ്റെ മനസ്സാക്ഷി മരവിച്ച്, മനസ്സാക്ഷി നഷ്ടപ്പെട്ട മനുഷ്യൻ മൃഗത്തേക്കാൾ മോശമായി മനുഷ്യനോട് പെരുമാറാൻ തുടങ്ങുമ്പോൾ വന്യമായ ജീവിതം വനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ കൂടി വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യരായ നമ്മളെ മനുഷ്യനാക്കി തീർക്കുന്നത് പുറമെയുള്ള നമ്മുടെ ഈ രൂപഭാവങ്ങൾ അല്ല, മറിച്ച് ആന്തരിക മനുഷ്യൻ്റെ ആത്മനിറവും മൂല്യബോധവും ജീവിത വിശുദ്ധിയും ഹൃദയത്തിൻ്റെ നന്മയും മനസ്സിൻ്റെ ലാളിത്യവും മാത്രമാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായ രീതിയിൽ ജീവിച്ചവനാണ് ക്രിസ്തു. ലോകത്തിൽ അനേക മതങ്ങളും അതിലേറെ വിശ്വാസ രീതികളുമൊക്കെ ഉള്ളതായി നമുക്കറിയാം. എന്തിനു വേണ്ടിയാണ് ഇത്രയേറെ മതങ്ങളും മതഗ്രന്ഥങ്ങളും
മൂല്യമുള്ള പ്രഭാഷണങ്ങളുമൊക്കെ നടത്തപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ നല്ല മനസ്സാക്ഷിയെ ഉണർത്താൻ വേണ്ടിയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ വഴിയാത്ര പോകുന്ന സമയത്ത് ഒരു വീടിൻ്റെ വരാന്തയിലിരുന്ന് ഒരു ചെറിയ കൊച്ച് ഒരു വയലിൻ വായിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടി ആ വയലിൻ്റെ കമ്പിയിലൂടെ കൈയോടിച്ച് വയലിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം ഒട്ടും മനോഹരമായിരുന്നില്ല എന്ന് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ അരോചകമായിരുന്നു. ആ ചെറിയ കുട്ടി വായിച്ച വയലിൽ നിന്ന് പുറത്തു വന്ന ശബ്ദം അല്പം പോലും മനോഹരമല്ലായിരുന്നു എന്ന് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ അരോചകമായിരുന്നു എന്നതിൻ്റെ കാരണം ആ കുട്ടിയോ അതിന് കുറ്റം ആ വയലിൻ്റേതോ ആയിരുന്നില്ല. കുട്ടിയുടെയോ വയലിൻ്റെയോ കുറ്റമായിരുന്നില്ല അതിൽ നിന്ന് അരോചകമായ ശബ്ദം പുറപ്പെടാൻ കാരണം. വയലിൻ വായിക്കാനുള്ളതായ വൈദഗ്ധ്യം ആ കുട്ടിക്ക് ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. ആ മനുഷ്യൻ ഈ ശബ്ദം കേട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു വീടിൻ്റെ വാതിൽക്കൽ ഇരുന്ന് അല്പം കൂടി പ്രായമുള്ള ഒരു സ്ത്രീ വയലിൻ വായിക്കുന്നത് കാണാനും കേൾക്കാനും ഇടയായി. ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായി മനോഹരമായ നാദമായിരുന്നു ആ വയലിൽ നിന്ന് കേൾക്കാനായിട്ട് ഇടയായത്. വയലിൻ വായിക്കാൻ വളരെയേറെ വൈദഗ്ധ്യം നേടിയതായൊരു സ്ത്രീ തൻ്റെ കൈവിരലുകൾ വയലിൻ്റെ കമ്പിയിലൂടെ ചലിപ്പിച്ചതായ സമയത്ത് ശ്രുതിമധുരമായ ഇമ്പകരമായ ശബ്ദം ചുറ്റുപാടുള്ളവർക്ക് കേൾക്കാനായി സാധിച്ചു. ആ മനുഷ്യൻ ആ സ്ത്രീയുടെ വീട് കടന്ന് അല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ വഴിയരികിൽ ഒരു സംഗീത സദസ്സ് നടക്കുന്നത് കാണാൻ സാധിച്ചു. ഒരുപാട് സംഗീത ഉപകരണങ്ങൾ ഒരുമിച്ച് ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും അവയുടെ എല്ലാം ഒരു താളലയ ഭംഗിയിലുള്ള ഒരുമിക്കൽ, ഒരു സിംഫണി, അത് അതീവ മനോഹരവും മധുരതരവും ആയിരുന്നു. ഇത് സത്യത്തിൽ ഒരു സംഗീതോപകരണത്തിൻ്റെ കഥ മാത്രമല്ല, മറിച്ച് മതത്തിൻ്റെയും മനുഷ്യൻ്റെയും മനുഷ്യ മനസാക്ഷിയുടെയും ഒക്കെ സുന്ദരമായ ചിത്രം തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് ഒട്ടും നല്ലതല്ലാത്തതായ പെരുമാറ്റവും പ്രവൃത്തിയും ഉണ്ടാകുന്നെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ വേണ്ടും വണ്ണം ഉപയോഗിക്കാനായി ആ മനുഷ്യൻ പഠിച്ചിട്ടില്ല. ജീവിതത്തിൽ താൻ വിശ്വസിക്കുന്നതായ മതത്തിൻ്റെ ദർശനവും മതത്തിൻ്റെ ആത്മീക ചിന്തയും പാലിക്കാനായി പറ്റാതെ പോയി എന്നുള്ളതാണ് പരമാർത്ഥം. മതത്തെ ഉപയോഗിക്കാൻ, മതത്തിൻ്റെ ദൈവിക അംശങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമ്പോൾ മനോഹരമായി വയലിൻ വായിച്ച് നാദം പുറപ്പെടുവിച്ച ആ സ്ത്രീയെ പോലെ ഈ മനുഷ്യൻ്റെ മതദർശനങ്ങൾ ആ മനുഷ്യൻ്റെ ജീവിതത്തെ കുറേ കൂടി മനോഹരമാക്കി തീർക്കും. മൂന്നാമത്തേതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിവിധങ്ങളായ നാദങ്ങൾ പുറപ്പെടുവിക്കുന്ന സംഗീത ഉപകരണങ്ങൾ. ഓരോന്നും അതാതിൻ്റെ രീതിയിൽ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഈ സംഗീത ഉപകരണങ്ങളെല്ലാം ഒരേ താളലയ ഭംഗിയോടുകൂടെ
ഒരുമിച്ച് ചേർന്നപ്പോൾ അതൊരു സംഗീത സദസ്സായിട്ട് വളർന്ന് വളർന്ന് മനോഹരമായിത്തീരും. നമ്മുടെ ചുറ്റുപാടുള്ള അനേക മതവിശ്വാസികളുടെ ഒക്കെ മുമ്പിൽ ഞാൻ ജനിച്ചു വളർന്ന് വളർത്തപ്പെടുന്ന വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങൾ ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടുള്ള മറ്റു മനുഷ്യരുടെ വിശ്വാസത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും മാനിക്കാനും ആദരിക്കാനുമുള്ള ഒരു മനസ്സുകൂടെ ഉണ്ടാകുമ്പോൾ ആർഷഭാരതം ഒരുപാട് പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ് മനോഹരമായിരിക്കുന്നൊരു പൂന്തോട്ടം പോലെ എല്ലാവർക്കും സന്തോഷം സമ്മാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരാൻ ഇടയായിത്തീരും. മനുഷ്യ മനസ്സാക്ഷി മരവിക്കാത്ത ഒരു നല്ല അനുഭവത്തിലേക്ക് വളരുമ്പോഴാണ് ഇതൊക്കെയും സാധിക്കാനായിട്ട് ഇടയായിത്തീരുക. ഉരുണ്ടിരുന്നാൽ മാത്രം പോരാ, മറിച്ച് ഉള്ളിലിത്തിരി എരിവും കൂടി ഉണ്ടാകും. കേട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കേണ്ടുന്നവർ അല്ല നമ്മൾ. കേട്ടതും കണ്ടതുമായ കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞതിന് ശേഷം മാത്രം വിവേകത്തോടെ സംസാരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആധുനിക കാലത്ത് അപരനെ അടച്ചാക്ഷേപിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ലോകമാണ്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, അബദ്ധത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയാലും ആ മനുഷ്യനെ മാത്രമല്ല, അദ്ദേഹം ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തെയും സ്ഥാപനത്തെയും സമൂഹത്തെയും ഒക്കെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ആരെയും ആക്ഷേപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹകരമായ കാര്യം. ഒരിക്കലും ഒരു സമൂഹത്തെ ഒരുമിച്ച് അടച്ചാക്ഷേപിക്കുന്നത് ഒരു തരത്തിലും അനുഗ്രഹകരമായ കാര്യമല്ല. പിന്നീട് നമ്മുടെ മനസ്സാക്ഷി ഒരുപാട് നമ്മെ കുത്തി നോവിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. പുരോഹിതന്മാരെല്ലാം മോശപ്പെട്ടവരാണെന്ന് പുരോഹിത സമൂഹത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് മറന്നു പോകരുത്, ഈ പുരോഹിത ഗണത്തിൽ തന്നെയാണ് ഫാദർ ഡാമിയൻ ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠരായ പുരോഹിതന്മാർ ജീവിച്ച് ഈ സമൂഹത്തിനും നാടിനുമൊക്കെ ഒത്തിരിയേറെ നന്മകൾ ചെയ്ത് കടന്നുപോയത്. കന്യാസ്ത്രീകളെല്ലാം കൊള്ളില്ലാത്തവരാണെന്ന് പറഞ്ഞ് കന്യാസ്ത്രീകളെ മുഴുവൻ ആക്ഷേപിക്കുന്ന സമയത്ത് തിരിച്ചറിയണം, മദർ തെരേസയും അൽഫോൻസാമയും തുടങ്ങിയ അവരൊക്കെ ഒരു കന്യാസ്ത്രീ സമൂഹത്തിലെ അംഗങ്ങളായിരുന്നു എന്ന്. തിരുമേനിമാരെന്ന് പറയുന്നവരൊക്കെ മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞ് തിരുമേനി വൃന്ദത്തെ ആക്ഷേപിക്കുന്ന സമയത്ത് പരുമല തിരുമേനിയും ആലുവായിലെ വലിയ തിരുമേനിയും ഫുൾട്ടൻജെ ഷീൻ എന്ന തിരുമേനി ഉൾപ്പെടെയുള്ള അനേക ശ്രേഷ്ഠരായ വിശുദ്ധരായ തിരുമേനിമാരുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാതെ പോകുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിനും മനുഷ്യൻ്റെയും മുമ്പിൽ പ്രീതികരമായ രീതിയിൽ യേശു തമ്പുരാൻ ജീവിച്ചു. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ഇന്നുവരെയും എല്ലാവിധത്തിലും നല്ല മനസ്സാക്ഷിയോടുകൂടെ
ദൈവത്തിനു മുമ്പാകെ നടന്നിരിക്കുന്നു. വയലിൻ വായിച്ച കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല, വയലിൻ വായിക്കാൻ അറിവില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് അപസ്വരം പുറത്തു വന്നെങ്കിൽ, വയലിൻ വായിക്കാൻ വൈദഗ്ധ്യം കിട്ടിയ സ്ത്രീ മനോഹരമായ നാദം പുറപ്പെടുവിച്ചെങ്കിൽ, ഒരു സംഗീത സദസ്സ് മനസ്സിനെ ആനന്ദപൂർണമാക്കുന്ന അനുഭവത്തിലേക്കാക്കി തീർന്നെങ്കിൽ, മതങ്ങളും മതദർശനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിന് സന്തോഷം സമ്മാനിക്കുന്നതായി തീരാനുള്ള അനുഭവങ്ങളാണ്. മറ്റുള്ളവരാൽ മാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനും നമ്മുടെ ആന്തരിക മനുഷ്യൻ്റെ നന്മ, മനസ്സാക്ഷിയുടെ ശ്രേഷ്ഠത കുറേ കൂടെ വർദ്ധിപ്പിക്കുവാൻ ഈ സ്വർഗീയമായ ചിന്തകൾ നമ്മെ സഹായിക്കാൻ ഇടയായി തീരട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി, ജീവിതത്തിൽ ഉള്ളിലിത്തിരി എരിവ് സൂക്ഷിക്കാൻ, അത് നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള എരിവായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.